ഫോമിലാക്കണം, ഡീമെറ്റീരിയലൈസ് ചെയ്യണം. അതിന് പാൻ കാർഡ് വേണം, ഡെപ്പോസിറ്ററി അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം, ബാങ്ക് അക്കൗണ്ട് വേണം. ഇത്രയും കാര്യങ്ങളായിട്ട് ഞങ്ങൾ ഓഫീസിലേക്ക് ഇതെല്ലാമായിട്ട് സമീപിച്ചാൽ, അല്ലെങ്കിൽ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിനുള്ള സംവിധാനം മുഴുവൻ ചെയ്യും. ഞങ്ങൾക്കിപ്പോൾ ഓൺലൈനിൽ ഓഫീസുണ്ട്. അപ്പോൾ ഇനിയും ഫിസിക്കൽ ഫോമിൽ, അതായത് കടലാസ് രൂപത്തിൽ ഷെയർസ് ഉള്ളവർ ദയവ് ചെയ്ത് കഴിയുന്ന വേഗത്തിൽ അത് ഇലക്ട്രോണിക് ഫോമിലാക്കണം. കാരണം മാർക്കറ്റ് ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് ഇലക്ട്രോണിക് രൂപത്തിലാണെങ്കിൽ മാത്രമേ നമുക്ക് വിൽക്കാൻ സാധിക്കുള്ളൂ. പല പണ്ട് കാലത്തെ IPOകളും വളരെ ഉയർന്ന പ്രൈസിൽ എത്തിയിട്ടുണ്ട് ഈ കുറഞ്ഞ മാർക്കറ്റിൽ. അതാ പറയുന്നത്. ഇപ്പോൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള പ്രൈസാണ് ഞാൻ ചോദിച്ചത്. താങ്കളിൽ നിന്ന് ആ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ചോദിച്ചത്. 22 അല്ല അതിൻ്റെ പ്രൈസ്. അതെ, അത് 1:1. അതന്നെ പറയണത് 1:1 ആയിട്ട്. അത് ₹1 ഷെയറായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ₹1 ഷെയറിൻ്റെ വിലയാണ് ഇപ്പോൾ താങ്കൾ പറഞ്ഞത്. താങ്കളിൽ നിന്ന് വരട്ടെ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. അത് അപ്പോൾ അത് 200 ചില്ലാൻ ആയതിന് തുല്യമാണ് ഇപ്പോഴത്തെ പ്രൈസ്. ആ, അപ്പോൾ എന്തായാലും അതെ. അപ്പോൾ ഒന്ന് നോക്കുക, ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക എത്ര ഉറുപ്പിയാണെന്നുള്ളത്. അതെ, സാറിന്റെ വെള്ളിയാഴ്ചകളിൽ ഒരു പരിപാടി ഉണ്ടായില്ലേ, അതില് സാർ പറഞ്ഞിട്ട് പണ്ട് ഇതേ പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണത്. ഓക്കെ, 8-9 കൊല്ലം മുന്നേ. അതെ അതെ അതെ, വളരെ സന്തോഷം ഉണ്ടെന്ന് അറിഞ്ഞില്ല. അപൂർവ ആളുകളെ ഇപ്പോൾ അത് കയ്യിൽ ഫിസിക്കൽ ഫോമിൽ വെച്ചിട്ടുള്ളൂ, താങ്കളെ പോലെ. ഓക്കെ, ശരി, എന്നല്ല. താങ്ക് യു. ഹലോ ഗുഡ് മോർണിംഗ് ജീവിതരേഖ. ഹലോ ഗുഡ് മോർണിംഗ് ജീവിതരേഖ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഞാൻ ഖത്തറിൽ നിന്നാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ. ആരാണിത്? സാറുമായിട്ട് സംസാരിക്കാൻ. പേര്? എന്റെ പേര് ജയകുമാർ. ഓക്കെ, പറയൂ മിസ്റ്റർ ജയകുമാർ. ഞാൻ സാറിന്റെ ഇതിപ്പോൾ ഈ റേഡിയോയുടെ പറയുന്ന നമ്പറിൽ വിളിച്ചു, കിട്ടുന്നില്ല. ഓഫീസിൽ ഞാൻ വിളിച്ചു. അപ്പൊ കുറഞ്ഞ തുകയ്ക്ക് ഇത് തുടങ്ങാനാണെങ്കിൽ പാൻ കാർഡ് വേണം. 4000 ഉറുപ്പികയോ അതിൽ താഴെ വെച്ചുകൊണ്ട് SIP തുടങ്ങുകയാണെങ്കിൽ പാൻ കാർഡ് ആവശ്യമില്ല. ഞാൻ സാറിന്റെ ഓഫീസിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു പാൻ കാർഡ് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇവിടെ വിളിക്കാൻ പറഞ്ഞു. അല്ല, അത് താങ്കൾ പറഞ്ഞ 4000-ൽ കുറവാണ് ചെയ്യുന്നതെന്ന്, 4000-മോ കുറവാണെന്നോ പറഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞു. എന്തായാലും 4000-ൽ കുറവാണെങ്കിൽ ഏത് ഓഫീസിലാണ് വിളിച്ചത്? ഞാൻ 14 എന്ന് പറഞ്ഞ് തുടങ്ങുന്ന നമ്പറാണ്, ദുബായ്. ഓക്കെ, ആരുമായിട്ട് സംസാരിച്ചതെന്ന് പറയാമോ? ഓർക്കുന്നില്ല. എന്തായാലും ശരി, ഞാൻ താങ്കൾക്ക് കാര്യം പറയാം. എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പറയുന്നത്. 4000 ഉറുപ്പികയിൽ കുറവാണെങ്കിൽ പാൻ കാർഡിൻ്റെ ആവശ്യമില്ല. പാൻ കാർഡ് ഇല്ലാതെ തന്നെ തുടങ്ങാം. പാൻ കാർഡ് ഉണ്ടാവൽ നല്ലതാണ്. താങ്കൾ ആർക്ക് വേണമെങ്കിലും 4000-മോ അതിൽ താഴെ വെച്ചുകൊണ്ട് തുടങ്ങുക. എന്നിട്ട് പാൻ കാർഡിനും അപ്ലൈ ചെയ്യുക. അപ്പോൾ പിന്നീട് കൂടുതൽ എമൗണ്ടിന് ചെയ്യണമെങ്കിൽ പാൻ കാർഡ് ആവശ്യമായിരിക്കും. അതുകൊണ്ട് പാൻ കാർഡ് തുടങ്ങണമെങ്കിൽ പാസ്പോർട്ട് ഫോട്ടോ കോപ്പി, ഫോട്ടോഗ്രാഫ്, ലേറ്റസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, അതിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറിനൊപ്പം നിങ്ങളുടെ ഇവിടുത്തെ അഡ്രസ്സ് ഉണ്ടായിരിക്കണം. അഡ്രസ് പ്രൂഫിന് വേണ്ടിയിട്ടാണ്. ഈ 3 കാര്യങ്ങളായിട്ട് സമീപിച്ചാൽ പാൻ കാർഡ് എടുക്കാൻ സാധിക്കും. ഹലോ, ഇത് ദുബായിന്ന് വിളിക്കുകയാണ് സാർ. ജീവിതരേഖയാണ്. ആരാണ്? ഞാൻ ഈ ഷംസു സാർ പറഞ്ഞപ്പോ. പേര്? നിസാർ. പറയൂ മിസ്റ്റർ നിസാർ. ഞാൻ ഡയറക്റ്റ് വന്ന് സാറിനെ കണ്ട് ഇതിനകത്ത് നമ്മുടെ റിലയൻസ് ഗ്രോത്തിൽ പൈസ നിക്ഷേപിച്ചിട്ടുണ്ട്. 1 വർഷം ആവാറായി. ഓക്കെ. അത് ഇപ്പൊ നോക്കുമ്പോഴത് 3500 രൂപ കുറവാണ് കാണിക്കും. അത് തീർച്ചയായിട്ടും കുറവായിരിക്കും. കാരണം ഇപ്പോൾ ഇൻഡെക്സ് കുറഞ്ഞതുകൊണ്ടും കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഇൻഡെക്സ് ഇതിനേക്കാൾ കൂടുതലായതുകൊണ്ടും കുറവുണ്ടായിരിക്കും. SIP ചെയ്യുമ്പോൾ ദീർഘകാലത്തേക്കാണ് SIP ചെയ്യുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേസമയത്ത് ഏതെങ്കിലും താങ്കൾ നിങ്ങളുടെ ഓഫീസിലൊക്കെ വരുമ്പോൾ അവിടെ പലപ്പോഴും പല ആളുകളെയും കണ്ടുമുട്ടും. 5 വർഷം ആയിട്ടുള്ള SIP ഒക്കെ എങ്ങനെ പെർഫോം ചെയ്യുന്നു ചോദിച്ചാൽ അവരതിൻ്റെ ഒരു ചിത്രം തരും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ പറഞ്ഞ SIP 10 വർഷം മുമ്പ് തുടങ്ങിയിട്ടുള്ള ആളുകൾ 1,20,000 ഉറുപ്പിക 10 വർഷമായിട്ട് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള റിട്ടേൺ 7 ഇരട്ടിയിൽ കൂടുതലാണ്. അതെ,
പക്ഷേ ഇപ്പോൾ വെച്ച വാഴ ഇപ്പോൾ കുലക്കില്ല എന്ന് മലയാളത്തിൽ ചൊല്ലുള്ളത് പോലെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പെട്ടെന്ന് ഒരിക്കലും നേട്ടം ഉണ്ടാവില്ല. മാത്രമല്ല എല്ലാ SIP ചെയ്യുന്നവരോടും എനിക്ക് ഉപദേശിക്കാനുള്ളത്, നിങ്ങൾ എന്തെങ്കിലും SIP ചെയ്തത് തിരിച്ചെടുക്കുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഉയർന്ന സന്ദർഭത്തിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. മാർക്കറ്റ് കുറഞ്ഞ സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നഷ്ടം സംഭവിക്കും. എപ്പോഴും ഞാൻ പറയാറുള്ള ഒരു ഉദാഹരണം, 2001 വേൾഡ് എക്കണോമിക് ക്രൈസിസ് ഉണ്ടായപ്പോൾ 21,000 ഇൻഡെക്സ് ഉണ്ടായിരുന്നതിൽ നിന്ന് 8,000 ചുരുങ്ങി. അപ്പോൾ 21,000 ഉറുപ്പിയുള്ള സമയത്ത് ഒരാൾക്ക് ഒരു SIPക്ക് എത്ര എമൗണ്ട് ഉണ്ടായിരുന്നോ 8,000 ആയി വന്നപ്പോൾ ചിലപ്പോൾ അതിൻ്റെ 1/3 അതിൻ്റെ മൂല്യം കുറഞ്ഞിട്ടുണ്ടാവും. ആരെങ്കിലും ആ സമയത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ SIP ചെയ്ത് നഷ്ടപ്പെട്ടു എന്ന് ഖേദിക്കും അങ്ങനെയുള്ളവർ. അതേ സമയത്ത് അത് ചെയ്യാതെ കാത്തിരുന്നപ്പോൾ വീണ്ടും ഇപ്പോൾ 16,000 ആയ അവസ്ഥ നമ്മൾ കാണണം. ഇപ്പോൾ അതേ 8,000 എത്തിയപ്പോൾ ശരിക്കുള്ള ഗുണം 5 വർഷത്തിന് ശേഷം പ്രതീക്ഷിക്കാം. അല്ല, 5 വർഷം എന്ന് ഞാൻ പറഞ്ഞ മിനിമം ഒരു 5 വർഷമെങ്കിലും വെക്കണം, ചെയ്താലേ ഇതിനൊക്കെ കാര്യമായിട്ടുള്ള ഗുണം കിട്ടുള്ളൂ. ഇനിയിപ്പോൾ മാർക്കറ്റ് അഥവാ ഇപ്പോൾ 21,000-23,000 വരുമെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ വരുമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് താങ്കൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ വളരെയധികം ലാഭം ഉണ്ടാവും. അതെ. പക്ഷേ താങ്കൾ വേറൊരു കാര്യം നോക്കേണ്ടതുണ്ട്. ആദ്യം എത്രയാണോ ചെയ്തതെങ്കിൽ ആദ്യത്തെ മാസം ചെയ്തപ്പോൾ എത്ര യൂണിറ്റ് കിട്ടിയോ അതിനേക്കാൾ കൂടുതൽ യൂണിറ്റ് ആയിരിക്കും ഇപ്പോൾ ഇൻഡെക്സ് കുറഞ്ഞ സമയത്ത് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അത് താങ്കൾ മനസ്സിലാക്കുന്നുണ്ടായിരിക്കും. അപ്പം നമ്പർ ഓഫ് യൂണിറ്റ്സ് വർദ്ധിക്കുന്നുണ്ട്. ആ വർദ്ധിക്കുന്ന നമ്പർ ഓഫ് യൂണിറ്റ്സ് വെച്ചിട്ട് താങ്കൾ ആദ്യം ചെയ്ത അതേ ഇൻഡെക്സ് വെച്ചിട്ടുള്ള ആ സമയത്തുള്ള NAV വെച്ച് ഇപ്പം തന്നെ പെരുക്കി നോക്കിയാൽ താങ്കൾക്ക് ലാഭകരമാണ് അവസ്ഥ എന്നുള്ളത് ബോധ്യപ്പെടുകയും ചെയ്യും. പിന്നെ ഒരു സംശയം കൂടെ ചോദിച്ചോളൂ. ഈ പാൻ കാർഡ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? പാൻ കാർഡ് ഒരു ലോക്ക് തുറക്കാൻ കീ വേണമെന്ന് പറയുന്നത് പോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു നിബന്ധനയാണ് പാൻ കാർഡ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിബന്ധനയാണ്. നാട്ടിൽ 50,000 ഉറുപ്പിയോ അതിൽ കൂടുതലോ വെച്ച് സ്വർണം മേടിക്കാൻ പോയാൽ പോലും പാൻ കാർഡ് ചോദിക്കുന്നുണ്ട് ഇപ്പോഴ്. അതുപോലെ വസ്തു മേടിക്കുക, വാഹനങ്ങൾ മേടിക്കുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും പാൻ കാർഡ് നിർബന്ധം. അപ്പോൾ അതില്ലാതെ നമുക്ക് ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധ്യമല്ല. അത് ഉണ്ടായിരിക്കണം. അല്ല, ഈ നമുക്ക് വരുമാനത്തിൽ നിന്ന് എന്തെങ്കിലും ഗവൺമെന്റിലേക്ക് പോയത് ഈ വരുമാനത്തിന് അതിനു മാത്രം വരുമാനം ഉണ്ടെങ്കിൽ ടാക്സ് കൊടുത്തേ തീരൂ. അതൊരു പൗരൻ്റെ ബാധ്യതയാണ്. 1,80,000 കൂടുതൽ താങ്കൾക്ക് ഇന്ത്യയിൽ വരുമാനമുണ്ടെങ്കിൽ 1,80,000 ഉറുപ്പ്യ കഴിച്ച് മുകളിലേക്ക് വരുന്ന സംഖ്യയുണ്ടല്ലോ, അതിനാണ് ടാക്സ് കൊടുക്കേണ്ടത്. അങ്ങനെ ടാക്സ് കൊടുക്കാനുള്ള ഇൻകം ഉണ്ടെങ്കിൽ ടാക്സ് കൊടുത്തേ തീരൂ. അഭിമാനത്തോടു കൂടി കൊടുക്കുക. ഇപ്പം നമ്മളൊക്കെ അങ്ങനെ കൊടുക്കുന്ന ആളുകളാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അല്ല, അത് നമുക്ക് നമ്മുടെ വരുമാനത്തിൽ ഒതുങ്ങുമ്പോൾ ചിലപ്പോൾ അത് കൊടുക്കേണ്ടി വരില്ല. അതായത് താങ്കളുടെ വരുമാനം, നാട്ടിലുള്ള വരുമാനം, വിദേശത്തുള്ള നാട്ടിലുള്ള വരുമാനം 1,80,000 വർദ്ധിച്ചാൽ ആ വർദ്ധിച്ച എമൗണ്ടിന് മാത്രമേ ടാക്സ് കൊടുക്കേണ്ടതുള്ളൂ. ആദ്യം 10%, പിന്നെ എത്ര സ്ലാബ് കഴിഞ്ഞാൽ 20%, പിന്നീട് അതിനേക്കാൾ കൂടുതൽ വന്നാൽ 30%. അങ്ങനെ വരുന്നുള്ളൂ. അതുകൊണ്ട് ഈ പാൻ കാർഡ് എടുത്തുകൊണ്ട് ടാക്സ് കൊടുക്കണമെന്ന് ഭയപ്പെടുകയൊന്നും വേണ്ട. താങ്ക് യു നിസാർ. ഹലോ ഹലോ ഹലോ, ഗുഡ് മോർണിംഗ് ജീവിതരേഖ. ഗുഡ് മോർണിംഗ് സർ. ഇതാരാണ്? ഇത് ഹരിയാണ്, ദോഹ ഖത്തറിന്ന്. പറയൂ ഹരി. സാറിനോട് ഒരു ഡൗട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. ഹരി പറഞ്ഞോളൂ. ഹരി മുമ്പ് വിളിച്ചിട്ടുള്ള ആളാണോ? അതെ അതെ, അത് സംസാരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി ശബ്ദം കേട്ടപ്പോഴേ. എനിക്ക് എന്താ വെച്ചാൽ ഒരു 2 വർഷം മുമ്പ് ഓക്കെ വിവയില് ഇൻഷുറൻസ് ലിങ്ക് യൂണിറ്റ് പ്ലാനില് അതെ യൂണിപ്പില് ഒരു 3 lakhs ഡെപ്പോസിറ്റ് ചെയ്തിരുന്നു. വൺ ടൈം ആണോ? വൺ ടൈം ചെയ്തിട്ടില്ല, ശരിക്കും പറഞ്ഞാൽ ഡിസ്കണ്ടിന്യൂഡ് ആയി ഇപ്പം പ്ലാൻ. Due to some financial problems, we couldn't go forward. അപ്പോൾ അവരുടെ പ്ലാൻ വെച്ചപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് 3 years എങ്കിലും ഡെപ്പോസിറ്റ് ചെയ്തില്ലെങ്കിൽ ഫസ്റ്റ് പേയ്മെന്റ് ലാപ്സേഷൻ ആവും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇസ് ദാറ്റ് കറക്റ്റ്? അത് താങ്കൾ സൈൻ ചെയ്ത പേപ്പർ വായിച്ചു നോക്കിയാൽ അതിൽ വളരെ വ്യക്തമായിട്ട് അതൊക്കെ പറഞ്ഞിട്ട് കാണും. താങ്കൾ ആപ്ലിക്കേഷൻ സൈൻ ചെയ്തതിൻ്റെ ഒരു കോപ്പി
താങ്കൾക്ക് അതിൻ്റെ ഡോക്യുമെൻ്റ് കിട്ടുമ്പോൾ അതിൽ ഉണ്ടായിരിക്കും ഇല്ലേ? കിട്ടിയിട്ടില്ലേ?